നമ്മള് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നല്ല, അത് എത്ര കോൺഫിഡൻസോടെ ചെയ്യുന്നല്ല എല്ലാ കാര്യം അല്ലേ? എങ്ങനെയാ വീഡിയോ നോക്കി പഠിച്ചതാ? വെറുതെ ഇങ്ങനെ കളിച്ച് പഠിച്ചല്ലേ? ഓക്കെ, വളരെ നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കുറ്റ്യാടിയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ് നമ്മൾ പോണത്. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുത്തേക്കണ്. ഈ കുട്ടികൾക്ക് പാക്കേജിലുള്ള ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതാ ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ മുന്നേ ഒരാഴ്ച ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നത്. പക്ഷെ അന്ന് ഇത്രയും റൈഡൊന്നും ഇല്ലേനി. അപ്പോൾ ഇപ്പോൾ പിന്നെയും ഒന്നും കൂടെ വന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇനി അടുത്തതായിട്ട് കയറാൻ പോകുന്നത് ഈ ഒരു റൈഡിലാണ് കേട്ടോ. ടെൻഷൻ അടിച്ചിട്ടാണ് മക്കളൊക്കെ കയറിയത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി മക്കളൊക്കെ നല്ല എൻജോയ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസിൻ്റെതായിട്ടുള്ള കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് കേട്ടത്. അത് ഫുൾ ടൈം ഇങ്ങനെ ആ ഒരു ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് നിൽക്കും. നല്ല ഭംഗിയുണ്ട് ഇനി കാണാനായിട്ട്. ക്രിസ്മസിൻ്റെ ഈ ട്രീയും ഐറ്റംസുകളൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. പിന്നെ എക്സ്ട്രാ വേറൊരു ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലത്തെ ബിഗ് ടീത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളി, നമുക്ക് വേണമെങ്കിൽ വേറെ പേ ചെയ്തിട്ട് നമുക്കത് എൻജോയ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു ഇതാണ്, മക്കൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഡ്രോപ്പ് വലിച്ചിട്ട് മുകളിലേക്ക് പോയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതും കുട്ടികൾ കയറിയിട്ടുണ്ട് ഇതിന്. അതിൻ്റെ കൂടെ തന്നെ വലിയവർക്കുള്ള ഗെയിംസും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി ഇനി കാണാനായിട്ട്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് ഓരോ ഗെയിംസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അവിടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബർഗർ, ഷവർമ, ഐസ്ക്രീം, ചായ, കോഫി, ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഐസ്ക്രീമും വാങ്ങിച്ച് പിന്നെ ഷവർമയാണ് കേട്ടോ മക്കൾ ഓർഡർ ആക്കിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത ഗെയിമിനുള്ള പോക്കാണ് ഈ പോണത്. ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു യൂട്യൂബറെ കണ്ടത്. അപ്പോൾ ഓരോ കൂടെ നിന്നിട്ട് മക്കളൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടാ. അപ്പോൾ ഇതാ ഈ ഒരു റൈഡിലാണ് മോള് കയറിയിരിക്കുന്നത്. അപ്പം ആക്സിലേറ്റർ കൊടുത്താൽ ഇങ്ങനെ പൊങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പാഞ്ഞ് കയറിയതാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഇതാ പുഷ്പരാജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. നല്ല എല്ലാ റൈഡിലും കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ മക്കള്.
ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. ഇനി രാത്രി ആയപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ തന്നെ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് DJ പാർട്ടിക്ക് കേട്ടോ. അവിടെ മോള് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്ത്, വേറെയും കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇനി ആരോ കൂടെ ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിലും ഡാൻസ് കളിച്ചിന് കേട്ടോ. മോള് അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിനി. അപ്പോൾ അവിടുന്ന് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടായിനി. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് പാട്ടിടാത്തത്. ആവേശത്തെ ആ ഒരു പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഡാൻസ് കളിച്ചിട്ടുണ്ടായിനിയത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, എല്ലാവരും നല്ല എൻജോയ് ചെയ്തിന് കേട്ടോ ആ ഡാൻസൊക്കെ. എല്ലാവരും നല്ല കയ്യടയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മോള് കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നതല്ല, അത് എത്ര കോൺഫിഡൻസോടെ ചെയ്യുന്നതല്ല എല്ലാ കാര്യം അല്ലേ? എങ്ങനെയാ വീഡിയോ നോക്കി പഠിച്ചതാ? വെറുതെ ഇങ്ങനെ കളിച്ച് പഠിച്ചല്ലേ? ഓക്കെ, വളരെ നല്ലൊരു കൈഡി കൊടുക്കാം. അതുപോലെ തന്നെ അവിടെ വന്ന ആൾക്കാരെ കൂടുതലും കുറേ ആൾക്കാരെ ഓരോ പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിനി. അതുകൂടാണ്ട് തന്നെ അവരുടേതായിട്ടുള്ള കുറേ ഡാൻസും ഐറ്റംസുകളൊക്കെ ഉണ്ടായിനി. മാജിക് ഷോ, ഡാൻസ്, പിന്നെ മ്യൂസിക്, പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ വെടിക്കെട്ടും കൂടെ ഉണ്ടായിന് കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.